ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. 30 ദിവസത്തിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നാഗ്രഹിച്ച് ഒരു ചാലഞ്ച് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് വൺസ് അഗെയിൻ സ്വാഗതം. ആൻഡ് ഇറ്റ്സ് 9th ഡേ. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഫുഡ്. അപ്പോൾ പല സബ്ജക്ട്സ് ഉണ്ട്, അതിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫുഡ്. ആൻഡ് അതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ്. അപ്പോൾ നമുക്കിന്ന് കിച്ചണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നീ എന്താണ് പാചകം ചെയ്യുന്നത്? ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുക? നീ എന്താണ് പാചകം ചെയ്യുന്നത്? ഈ ഒരു സെൻറ്റൻസിൽ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള ആ ഒരു വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് വെക്കണം. ഓക്കെ, വാട്ട്. പിന്നെ നീ എന്നുണ്ട്, നീ എന്ന് പറയുമ്പോൾ യു. അപ്പോൾ വാട്ട് ആർ യു, വാട്ട് യു എന്ന് വെക്കില്ല, വാട്ട് ആർ യു പാചകം ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടൊരു വാക്കിൽ നമുക്ക് ഒതുക്കാവുന്നതാണ് ഈ പാചകം ചെയ്യുന്നത്. 2 വാക്കുകളുണ്ട്, അത് ഇംഗ്ലീഷിൽ നമുക്ക് ഒറ്റ വാക്കാക്കി എടുക്കാം. എന്താണ്? കുക്കിംഗ്. വാട്ട് ആർ യു കുക്കിംഗ്? ഇവിടെ വാട്ട് ആർ യു കുക്കിംഗ്, ഇവിടെ ING ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കുക്കിംഗ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ING വെക്കുന്നത്. കുക്കിംഗ്, ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ സംസാരിക്കുന്നത്. കുക്കിംഗ്, വാട്ട് ആർ യു കുക്കിംഗ്, നീ എന്താണ് പാചകം ചെയ്യുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ഞാൻ ചായ ഉണ്ടാക്കുന്നു. ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഏതാണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, വി, ഷീ, ഹീ, ഇതൊക്കെ സബ്ജക്ട്സുകളാണ്. പേര് വരികയാണെങ്കിലും അത് സബ്ജക്റ്റാണ്. നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞതാണ്. റിപ്പീറ്റ് ചെയ്ത് ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അത് ഈ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനാണ് സബ്ജക്റ്റ്, ഐ. ചായ ഉണ്ടാക്കുന്നു. പിന്നെ വരേണ്ടത് എന്താ? സബ്ജക്റ്റിന് ശേഷം വെർബാണ് വരേണ്ടത്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഇതിലേതാ പ്രവൃത്തി? ഉണ്ടാക്കുന്നു. അപ്പോൾ ഐ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ഐ ആം. ഓക്കെ, ഐ ആം മേക്കിംഗ് ടീ, അല്ലെങ്കിൽ ഐ ആം പ്രിപ്പയറിങ് ടീ. ഇവിടെ മേക്കിംഗ് അല്ലെങ്കിൽ പ്രിപ്പയറിങ് ഏതായാലും നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടാക്കുന്നു. ആ മേക്കിംഗ് ആയാലും പ്രിപ്പയറിങ് ആണെങ്കിലും മെയ്ക്ക് എന്നുള്ള വാക്കിനെയാണ് മേക്കിംഗ് എന്ന് ആക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഐ ആം മേക്കിംഗ് ടീ എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളം തിളക്കുകയാണ്. ഇത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. വെള്ളം, നിങ്ങൾക്കറിയാമോ? വെള്ളം തിളയ്ക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റായിട്ട് നമുക്ക് വെള്ളത്തിനെ ആദ്യം എടുത്ത് വെക്കാൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ വെള്ളം, പിന്നെ തിളയ്ക്കുകയാണ്, അതാണ് നെക്സ്റ്റ് വരേണ്ടത്. തിളയ്ക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് അറിയാമോ? നോക്കൂ, ബോയിലിംഗ്. The water is boiling. ബോയിൽ എന്ന വാക്കാണ് തിളയ്ക്കുക. ബോയിലിംഗ് ING കൂടി കൂട്ടുമ്പോൾ ഇപ്പോൾ തിളയ്ക്കുകയാണ്. ഇവിടെ ഈസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദ വാട്ടർ ഈസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വെള്ളം. ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ ആർ ഉപയോഗിക്കുക. ഒരു വസ്തു മാത്രമാണെങ്കിൽ ഈസാണ് ഉപയോഗിക്കുക. ദ വാട്ടർ ഈസ് ബോയിലിംഗ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്,
പച്ചക്കറികൾ മുറിക്കൂ. ഇവിടെ മുറിക്കൂ എന്നാണ് പറയുന്നത്. അതൊരു റിക്വസ്റ്റ് ആണ്. മുറിക്കൂ എന്നല്ല, മുറിക്കൂ അതൊരു റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് പ്ലീസ് കട്ട് ദ വെജിറ്റബിൾസ്. പച്ചക്കറികൾ, പച്ചക്കറി എന്നാകുമ്പോൾ വെജിറ്റബിൾ, പച്ചക്കറികൾ വെജിറ്റബിൾസ്. പ്ലീസ് കട്ട് ദ വെജിറ്റബിൾസ്. നെക്സ്റ്റ് സെൻറ്റൻസ്, പച്ചക്കറികൾ നന്നായി കഴുകൂ. വാഷ് ദ വെജിറ്റബിൾസ് പ്രോപ്പർലി. നന്നായി കഴുകൂ. നന്നായി എന്ന് പറയുന്നതാണ് പ്രോപ്പർലി. വാഷ് ദ വെജിറ്റബിൾസ് പ്രോപ്പർലി. നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, പ്ലീസ് വാഷ് ദ വെജിറ്റബിൾസ് പ്രോപ്പർലി. അങ്ങനെയും പറയാം. ഇപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ എന്താ പറയുക, കുറച്ചുകൂടി ഫ്രണ്ട്ലി ടോക്കാണ് ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ അമ്മയും എന്താ പറയുക ഡോട്ടർ ഇൻ ലോ, അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി വേ ആണെങ്കിൽ എപ്പോഴും ഈ പ്ലീസ് ഉപയോഗിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നല്ലൊരു മാനേഴ്സാണ് പ്ലീസ്. പക്ഷെ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ടോക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും പ്ലീസ് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ വാഷ് ദ വെജിറ്റബിൾസ് പ്രോപ്പർലി. കുറച്ച് ഉപ്പ് ചേർക്കൂ. ആഡ് സം സോൾട്ട്. കൂടുതലായി മസാല ചേർക്കരുത്. ഇവിടെ ചേർക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡു നോട്ട്, അതിന് ഷോർട്ടാക്കി ഡോണ്ട്. ആഡ് ടു മച്ച് സ്പൈസ്, കുറേ, കൂടുതൽ എന്ന് പറയുന്നതാണ്. നമുക്കിങ്ങനെ പറയാം മോർ സോൾട്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് എങ്ങനെ പറയാം, ടു മച്ച് സ്പൈസ്. ഓക്കെ, ഇവിടെ ടു മച്ച് അല്ലെങ്കിൽ മോർ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ടു മച്ച് എന്ന് പറയുന്നതും. കൂടുതൽ, കുറേ എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഡോണ്ട് ആഡ്, ആഡ് എന്ന് പറഞ്ഞാൽ ചേർക്കുക. അപ്പോൾ ഡോണ്ട് ആഡ് എന്ന് പറയുമ്പോൾ ചേർക്കരുത്. ടു മച്ച് സ്പൈസ്, എരിവ് കൂടുതലായിട്ടും ചേർക്കരുത്. നന്നായി ഇളക്കൂ. ഇതിൽ ഇളക്കൂ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അതിപ്പോൾ തന്നെ പഠിച്ചോ. അറിയും എന്നുള്ളവരൊന്ന് നോട്ട് ചെയ്ത് നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തായിരിക്കും നന്നായി ഇളക്കൂ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സ്റ്റർ ഇറ്റ് വെൽ. സ്റ്റേർ എന്നാണ് ആ വാക്ക്, ഇളക്കൂ. സ്റ്റർ ഇറ്റ് വെൽ. വെൽ എന്ന് പറഞ്ഞാൽ നന്നായി, നന്നായി ഇളക്കൂ. സ്റ്റർ ഇറ്റ് വെൽ. അടുപ്പ് ഓൺ ചെയ്യൂ. ടേൺ ഓൺ ദ സ്റ്റൗ. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൺ ദ സ്റ്റൗ എത്രയും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ടേൺ എന്നുള്ള വാക്കും കൂടിയും ചേർക്കണം. ടേൺ ഓൺ ദ സ്റ്റൗ. ഗ്യാസ് ഓഫ് ചെയ്യൂ എന്ന് അപ്പോൾ എങ്ങനെ പറയാം? ഇത് നിങ്ങൾ ആൻസർ നോക്കാതെ തന്നെ ഒന്ന് എഴുതി നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ടേൺ ഓഫ് ദ ഗ്യാസ്. കറി തയ്യാറായി. ദ കറി ഈസ് റെഡി. ഇവിടെ ഈസാണ്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രസൻ്റായിട്ട് ഈസ് ഉപയോഗിക്കുമ്പോൾ നമ്മളവിടെ ING കൂടി ഉപയോഗിക്കണം. വെർബിൻ്റെ കൂടെ ING വരും. പക്ഷേ റെഡി എന്നുള്ള വാക്കിന് റെഡിങ് എന്നൊരു വാക്കില്ല, ING അവിടെ യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ എന്താ പറയുക പ്രസൻറ്റ് ടെൻസ് അങ്ങനെ തന്നെ എഴുതേ ഉള്ളൂ. ING യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വെർബ് അങ്ങനെ തന്നെ എഴുതുന്നേ ഉള്ളൂ. റെഡീനെ റെഡി എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇത് രുചിച്ച് പറയൂ. നിങ്ങളൊരു കറി ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനോട് ഇതെങ്ങനെയുണ്ട് ഒന്ന് രുചിച്ച് നോക്കിയേ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ടേസ്റ്റ് ദസ് ആൻഡ് ടെൽ മീ. ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് എന്നോട് പറയേ. ഇതിന് കൂടുതൽ ഉപ്പ് വേണം. ഇറ്റ് നീഡ്സ് മോർ സോൾട്ട്. ഇതിന് ഇറ്റ് കൂടുതൽ, മോർ ഉപ്പ്, സോൾട്ട്, നീഡ്സ്
വേണം. ഇറ്റ് നീഡ്സ് മോർ സോൾട്ട്. ഇത് വളരെ കാരമാണ്, അല്ലെങ്കിൽ ഇത് വളരെ എരിവുള്ളതാണ്. ദിസ് ഈസ് വെരി സ്പൈസി. ഭക്ഷണം വിളമ്പൂ. സെർവ് ദ ഫുഡ്. നിങ്ങൾക്ക് സെർവ് ദ ഫുഡ് എന്നോ പ്ലീസ് സെർവ് ദ ഫുഡ് എന്നോ എഴുതാം. ഓക്കെ, അതൊരു സഹായം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്തു തരുന്നതാണല്ലോ. നമുക്ക് ഓർഡർ ചെയ്യുന്നതിന് പകരം പ്ലീസ് എന്നിവിടെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പ്ലേറ്റുകൾ കൊണ്ടുവരൂ. ബ്രിങ് ദ പ്ലേറ്റ്സ്. കൊണ്ടുവരിക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ബ്രിങ്. ബ്രിങ് ദ പ്ലേറ്റ്സ്. ഭക്ഷണം മേശയിൽ വയ്ക്കൂ. കീപ് ദ ഫുഡ് ഓൺ ദ ടേബിൾ. ഇവിടെ കീപ് ദ ഫുഡ് എന്ന് പറഞ്ഞാൽ വയ്ക്കുക, ഫുഡ് വയ്ക്കൂ. ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മേലെ. എനിക്ക് വിശക്കുന്നു. ഐ ആം ഹംഗ്രി. നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ്. ലെറ്റ്സ് ഈറ്റ് എന്നുള്ളത് ലെറ്റ് അസ് ഈറ്റ് എന്നാണ്. നമ്മളത് ഷോർട്ടാക്കി ലെറ്റ്സ് ഈറ്റ് ഇങ്ങനെയാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഗിവ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം തരൂ, അങ്ങനെയല്ലേ? ഗിവ് മീ, തരൂ, എനിക്ക് തരൂ. സം വാട്ടർ, കുറച്ച് വെള്ളം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസാണ്. ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ആണ്. കാണാതെ പഠിക്കണം, മനസ്സിലാക്കി പഠിക്കുക. കുറച്ചുകൂടി അരി എടുക്കൂ. ടേക്ക് സം മോർ റൈസ്. കുറച്ചുകൂടി, ടേക്ക് സം മോർ. സം മോർ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി. മോർ, കൂടുതൽ. സം മോർ, കുറച്ച് കൂടുതൽ. ടേക്ക് എന്ന് പറയുന്നത് എടുക്കൂ. റൈസ്, അരി, ചോറ്. നിനക്ക് കൂടി കറി വേണോ? ഡു യു വാണ്ട് മോർ കറി? നിനക്ക് വേണോ? ഡു യു വാണ്ട്. വാണ്ട് എന്ന് പറഞ്ഞാൽ വേണം. അപ്പോൾ അത് വേണോ എന്ന് ചോദിക്കാനാണ് ഡു സെൻറ്റൻസിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഡു യു വാണ്ട് എന്ന് പറയുമ്പോൾ നിനക്ക് വേണോ. ഓക്കെ. മോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അല്ലെങ്കിൽ കൂടുതൽ കറി. ഇത് രുചിയുള്ളതാണ്. ദിസ് ടേസ്റ്റ് ഗുഡ്. ഇത് രുചിയുള്ളത്. ടേസ്റ്റ്, ടേസ്റ്റിന് ഒരു എസ്സും കൂടിയും ചേർക്കുമ്പോൾ ദിസ് ടേസ്റ്റ്സ് ഗുഡ്, നല്ലത്. ഭക്ഷണം വളരെ രുചിയുള്ളതാണ്. ഭക്ഷണം വളരെ രുചിയുള്ളതാണ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡെലീഷ്യസ് എന്നാണ്. ഇവിടെ നമ്മൾ മോർ, വെരി അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല രുചിയുണ്ട്, വളരെ നല്ല ടേസ്റ്റാണ് എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡെലീഷ്യസ് എന്നൊരു വാക്ക് മാത്രം വെച്ചാൽ മതി. ദ ഫുഡ് ഈസ് ഡെലീഷ്യസ്. ഞാൻ പാത്രങ്ങൾ കഴുകാം. ഞാൻ പാത്രങ്ങൾ കഴുകാം. ഈ സെൻറ്റൻസിൽ ഓൾറെഡി സബ്ജക്റ്റിനെ നമുക്ക് കാണാം. ഐ. പാത്രങ്ങൾ കഴുകാം. ഇതിൽ വെർബായിട്ട്, പ്രവൃത്തിയായിട്ട് വരുന്നത് വാഷാണ്. കഴുകാം എന്നാണ്. ഇപ്പോൾ കഴുകുന്നു എന്നല്ല, കഴുകി എന്നല്ല, കഴുകാം. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യമായതുകൊണ്ട് അവിടെ നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വിൽ എന്ന് വയ്ക്കും. ഐ വിൽ വാഷ് ദ ഡിഷസ്. അടുക്കള വൃത്തിയാക്കൂ. ക്ലീൻ ദ കിച്ചൺ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് മലയാളത്തിൽ വരിക അടുക്കള എന്നും വൃത്തിയാക്കൂ എന്നുള്ളത് സെക്കൻഡുമാണ് മലയാളത്തിൽ വരുന്നത്.
അത് നേരെ തിരിച്ചിടുന്നതാണ് ഇംഗ്ലീഷ്. ഫസ്റ്റ് വരിക ക്ലീൻ എന്ന് വെച്ചാൽ പ്രവൃത്തി, പിന്നെയാണ് നമ്മൾ ബാക്കി ഭാഗം വയ്ക്കുന്നത്. സബ്ജക്റ്റ്, വെർബ്, അതിന് ശേഷമാണ് ബാക്കിയുള്ള ഭാഗം. അപ്പം ഇവിടെ ആകെ 2 വാക്കുകളേ ഉള്ളൂ. അടുക്കള, വൃത്തിയാക്കൂ. അപ്പോൾ വൃത്തിയാക്കൂ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഫസ്റ്റ് വെച്ചിട്ട് അതിന് ശേഷം അടുക്കള എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വെച്ചാൽ മതി. ക്ലീൻ ദ കിച്ചൺ. മേശ തുടച്ചു തൂക്കൂ. തുടയ്ക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് വൈപ്പ്. വൈപ്പ് ദ ടേബിൾ. പാത്രങ്ങൾ ശരിയായിടത്ത് വയ്ക്കൂ. പാത്രങ്ങൾ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് യുടെൻസിൽസ്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പാത്രങ്ങൾ ശരിയായ സ്ഥലത്ത് വയ്ക്കൂ. അപ്പോൾ കീപ് ദ യുടെൻസിൽസ് ഇൻ പ്ലേസ്. ഇൻ പ്ലേസ് എന്ന് പറയുന്നത് ശരിയായിടത്ത് എന്നുള്ളതാണ്. അതിൻ്റേതായ സ്ഥലത്ത്, അതാത് സ്ഥലത്ത് എന്ന് പറയുന്നതാണ് ഇൻ പ്ലേസ്. കീപ് ദ യുടെൻസിൽസ് ഇൻ പ്ലേസ്. പാത്രങ്ങൾ വേഗം കഴുകൂ. വാഷ് ദ ഡിഷസ് ക്വിക്ക്ലി. കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം ഇതിൽ സബ്ജക്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ വെർബാണ് വെക്കുന്നത്. വാഷ്. വാഷ് ദ ഡിഷസ് ക്വിക്ക്ലി. പ്ലേറ്റുകൾ ഉണക്കൂ. ഉണക്കൂ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഡ്രൈ. ഡ്രൈ ദ പ്ലേറ്റ്സ്. ശേഷിച്ച ഭക്ഷണം അല്ലെങ്കിൽ ബാക്കിയുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വയ്ക്കൂ. ബാക്കിയുള്ളത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ലെഫ്റ്റ് ഓവേഴ്സ്. പുട്ട് ദ ലെഫ്റ്റ് ഓവേഴ്സ്. ഇവിടെ നമുക്ക് വെർബായിട്ട് വരുന്നത് പുട്ട് എന്നാണ്. പുട്ട് ദ ലെഫ്റ്റ് ഓവേഴ്സ്. ഈ പുട്ടിന് പകരം നമുക്ക് കീപ്പ് എന്നും വയ്ക്കാം. കീപ് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. പുട്ട് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ എന്ന് പറയുന്നതാണ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ശരിയായി അടയ്ക്കൂ. ക്ലോസ് ദ ഫ്രിഡ്ജ് പ്രോപ്പർലി. ഭക്ഷണം ചൂടാക്കൂ. ചൂടാക്കുക എന്നതാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ആദ്യം അത് എഴുതാം. ഇംഗ്ലീഷിൽ ചൂടാക്കുക എന്ന് പറയുന്നത് ഹീറ്റ് എന്നാണ്. ഹീറ്റ് ദ ഫുഡ്. ഭക്ഷണം വളരെ ചൂടാണ്. ദ ഫുഡ് ഈസ് ടു ഹോട്ട്. ടു TOO വയ്ക്കാൻ കാരണം ഭക്ഷണം വളരെ എന്ന് പറയുന്നില്ല, വളരെ എന്ന് പറയുന്നതിനാണ് ഇവിടെ ടു എന്ന് വയ്ക്കുന്നത്. ഇത് തണുക്കട്ടെ. ലെറ്റ് ഇറ്റ് കൂൾ ഡൗൺ. അവിടെ തണുക്കട്ടെ എന്ന് പറയുന്ന ഒരു അനുവാദം പോലത്തെ ഒരു കാര്യമുണ്ടല്ലോ. ഇവിടെയാണ് ലെറ്റ് എന്നുള്ള വാക്കിൻ്റെ ഉപയോഗം വരുന്നത്. ശ്രദ്ധിക്കൂ, ഇത് ചൂടാണ്. ബി കെയർഫുൾ, ഇറ്റ്സ് ഹോട്ട്. ഞാൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാം. പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് രാവിലത്തെ ഫുഡാണ്. ഞാൻ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാം. ഐ വിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഭക്ഷണത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. ഐ വിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല, ഉണ്ടാക്കാം. ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഐ വിൽ എന്ന് പറഞ്ഞത്. പിന്നെ മേക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കുക എന്ന വാക്കാണ്. ഐ വിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കാം. ഇവിടെ നമുക്കറിയേണ്ടത് ഉച്ചഭക്ഷണം എന്നതിൻ്റെ ഇംഗ്ലീഷാണ്. ഉച്ചഭക്ഷണത്തെ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ആർക്കെങ്കിലും അറിയുമെങ്കിൽ ആൻസർ നോക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ. ലെറ്റ്സ് പ്രിപ്പയർ ലഞ്ച്. ലെറ്റ് അസ് എന്നാണ് ലെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ
പ്രിപ്പയർ ലഞ്ച് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നതുപോലെ മേക്ക് ലഞ്ച് എന്ന് പറഞ്ഞാലും ശരിയാണ്. രാത്രി ഭക്ഷണം ഉടൻ തയ്യാറാകും. രാത്രി ഭക്ഷണം എന്നതിൻ്റെ ഇംഗ്ലീഷ് ഡിന്നർ. ഡിന്നർ വിൽ ബി റെഡി സൂൺ. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല, പെട്ടെന്ന് ശരിയാക്കാം, റെഡിയാക്കാം, അതിങ്ങനെ റെഡിയാവും എന്ന് പറയുന്നതാണ്. അവിടെ നമ്മൾ വിൽ ബി എന്നുള്ള പദം ഉപയോഗിക്കുന്നു. നമുക്ക് ഉറപ്പുണ്ട് അത് റെഡിയാകും, അപ്പോൾ അവർ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിന്നർ വിൽ ബി റെഡി സൂൺ. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നു. മറക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഫൊർഗെറ്റ്. മറന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയി, ഫൊർഗോട്ട്. ഓക്കെ, അപ്പോൾ ഐ ഫൊർഗോട്ട് ടു ആഡ് സോൾട്ട്. ഭക്ഷണം കത്തിപ്പോയി അല്ലെങ്കിൽ കരിഞ്ഞുപോയി. ദ ഫുഡ് ഈസ് ബേൺഡ്. കത്തുക, കരിയുക. ഇതിൻ്റെ ഇംഗ്ലീഷാണ് ബേൺഡ്. കുറച്ച് എണ്ണ ചേർക്കൂ. കുറച്ച് സം. ആഡ് ചേർക്കുക, ഓയിൽ. ഇവിടെ ചേർക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രവൃത്തി. അതുകൊണ്ട് ആഡ് സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്നു. ആഡ് സം ഓയിൽ. മൂടി തുറക്കൂ. നമ്മളൊരു പാത്രം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മൂടിയെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ലിഡ് എന്നാണ് പറയുക. ഓപ്പൺ ദ ലിഡ്. മൂടി അടയ്ക്കൂ. ഇത് സിമ്പിൾ അല്ലേ? നേരത്തെ ഓപ്പൺ എന്ന് പറഞ്ഞു, ഇവിടെ ക്ലോസ് ദ ലിഡ്. വൃത്തിയായ സ്പൂൺ ഉപയോഗിക്കൂ. യൂസ് എ ക്ലീൻ സ്പൂൺ. യൂസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുക, അതാണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. അടുക്കള വൃത്തിയായി സൂക്ഷിക്കൂ. ഈ സെൻറ്റൻസിൽ സൂക്ഷിക്കൂ എന്ന് പറയുന്നതാണ് വെർബ്. ആ വെർബാണ് ഈ സെൻറ്റൻസിൽ ഫസ്റ്റായിട്ട് വരുന്നത്. കാരണം ഇവിടെ സബ്ജക്റ്റായിട്ടുള്ള ഐ, ഹി, ഷീ, വി അതൊന്നും തന്നെ, അല്ലെങ്കിൽ പേരുകളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ ആദ്യം നമ്മൾ വെർബ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ സൂക്ഷിക്കുക, കീപ്പ് ദ കിച്ചൺ നീറ്റ്. വെർബ് എഴുതി കഴിയുമ്പോൾ അടുത്തത് ഏത് വാക്ക് വരണം എന്നറിയണമെങ്കിൽ ഏതാണോ വെർബ്, ആ വെർബിനോട് നമ്മൾ ഒരു ചോദ്യം പോലെ ചോദിച്ചാൽ മതി. സൂക്ഷിക്കുക എന്നുള്ളത് വെർബാണ്. എന്ത് സൂക്ഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. ദ കിച്ചൺ. എന്ത് സൂക്ഷിക്കുക? നീറ്റായിട്ടാണോ? അതാണോ സൂക്ഷിക്കുക? അല്ല, കിച്ചണാണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് കിച്ചൺ നെക്സ്റ്റ് ആകുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. കീപ് ദ കിച്ചൺ നീറ്റ്. ഞാൻ എന്നും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അതുമാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു ഏക മാർഗമായിട്ട് കാണുന്നത്. അല്ലാതെ 1-2 സെൻറ്റൻസ് അല്ലെങ്കിൽ 10-100 സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ അറിഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അത് ഇന്ന് നമ്മൾ പഠിച്ചു വെച്ചു, നാളെ നമ്മൾ മറക്കും, കാരണം നമുക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ. സോ കീപ് ടോക്കിംഗ്. അതിന് നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ആരോടെങ്കിലും
അറ്റ്ലീസ്റ്റ് വിത്ത് ചിൽഡ്രൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ മൊബൈലെടുത്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ചിന്തിച്ച് തെറ്റ് വന്നാൽ എന്ത് എന്നുള്ളതൊരു ചോദ്യമല്ല. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ബട്ട് യു കീപ് ടോക്കിംഗ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും സെൻറ്റൻസസ് ഐ തിങ്ക് സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ യു. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണിത്. അപ്പോൾ ഇത്രയും സെൻറ്റൻസസ് എങ്കിലും നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ് യൂസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. So thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.